So last class we have discussed about RC coupled amplifier and its frequency response and the reasons for low voltage gain at low frequencies and high frequencies. Okay. So that's what we last class discussed. RC coupled amplifier and then the circuit diagram, then frequency response. So frequency response means curve plotted between gain of the amplifier and frequency, and from this graph you can see that for medium frequencies, that is up to 50 Hz to 20 kHz, the gain will be constant, and that range of frequencies are known as bandwidth, and below 50 Hz and above 50 Hz the gain will decrease. Okay, and the frequencies at which the gain is equal to 70.7% of maximum value are known as cutoff frequencies. Here F1 and F2 are cutoff frequencies, and the reasons for low gain at low frequencies and high frequencies are at low frequencies you have capacitive reactance X equal to 1 by C omega. Okay, so at low frequencies capacitive reactance will be high, so less voltage reaches input of the transistor, and also the bypass capacitor cannot act as a perfect bypass capacitor. These are the reason for low voltage gain at low frequencies. And at high frequencies what happens? At high frequencies reactance of capacitance reduces and capacitance short circuits, so DC voltage come to input side of transistor, and also the transistor cannot perform properly at high switching frequencies. Okay, high frequencies. So these are the things about RC coupled amplifier. Next topic, instrumentation system. Okay, instrumentation system. So what is meant by instrumentation system? So instrument means what? Instrument, that is something, machine or something used to measure something. Okay, so instrument നമ്മൾ യൂസ് സാധാരണ ഇപ്പം അമ്മീറ്റർ ആണെങ്കിലും വോൾട്ട്മീറ്റർ ആണെങ്കിലും ഇതൊക്കെ ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാം. ഓക്കെ, ക്വാണ്ടിറ്റി മെഷർ ചെയ്യുക, എന്നിട്ട് ആ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്ക് മോണിറ്റർ ചെയ്ത് കാണിക്കാം. സോ അതാണ് ഇൻസ്ട്രുമെന്റ്സ്, അതിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പല ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കലിലാണെങ്കിൽ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, അതായത് കറണ്ട് മെഷർ ചെയ്യാൻ അമ്മീറ്റർ യൂസ് ചെയ്യുന്നു, ആൻഡ് വോൾട്ട് മീറ്റർ യൂസ് ടു മെഷർ വോൾട്ട് മീറ്റർ, ആൻഡ് പവർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് മീൻസ് വാട്ട് മീറ്റർ. സോ ദീസ് ആർ ദി ഇലക്ട്രിക്കൽ മീറ്റേഴ്സ്. അത് തന്നെയാണ് ഈ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ദർ ആർ മെനി ഇൻസ്ട്രുമെന്റ് വി ആർ യൂസിങ്. ഓക്കെ, സോ മെഡിക്കൽ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ we have to take ECG, X-ray, something. Okay, so they are also instruments. Okay, so instrument we are using to measure some quantity, and after that we have to monitor or control that quantity. So instrumentation system means, instrument means ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, സോ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ഒറ്റൊരു പീസ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രുമെന്റ് അതിനൊന്ന് മെഷർ ചെയ്യാനുള്ള ആ ഒരു എക്യുപ്മെന്റ് ആവാം. ബട്ട് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം മീൻസ് കംപ്ലീറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സ് ഉണ്ടാവാം. അതായത് ഒരു ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നു, അതിനുശേഷം അതിനെ കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കത് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവാം. ഇപ്പോൾ മെഡിക്കലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്റേ അല്ലെങ്കിൽ ECG എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഹാർട്ട് ബീറ്റ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ സിഗ്നലിനെ വേറൊരു സിഗ്നലായി കൺവേർട്ട് ചെയ്ത് അതിന് ശേഷമാണ് നമുക്കൊരു പേപ്പറിൽ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു കംപ്ലീറ്റ് എ ലോട്ട് ഓഫ് പ്രോസസ്. സോ ആ ഒരു സിഗ്നൽ നമ്മൾ മെഷർ ചെയ്ത് ആ ഔട്ട്പുട്ടിൽ ഒരു വേവ് ഫോം ആയിട്ട് നമുക്ക് പേപ്പറിൽ പ്ലോട്ട് ചെയ്ത് കിട്ടുന്നത് വരേക്കും കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിൽ എ ലോട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആർ ഇൻവോൾവ് ഇൻ ഓൾ ദീസ് പ്രോസസ്. സോ ആ കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്സിനെയാണ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വരുന്നു, സോ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിൽ നടക്കുന്ന എക്യുപ്മെന്റ്സ്, സോ അതെല്ലാം ചേർന്നിട്ടാണ് ഒരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ഇറ്റ് ഈസ് യൂസ്ഡ്, ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, സോ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റ് ആവാം. സോ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം മീൻസ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ടു മെഷർ, മോണിറ്റർ ആൻഡ് കൺട്രോൾ എ പ്രോസസ്. ഓക്കെ, ഒരു പ്രോസസ്സിൽ കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവാം. ആ ഓരോ ഇൻസ്ട്രുമെന്റ്സും പല
പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനായിരിക്കാം. ചില ഇൻസ്ട്രുമെന്റ് അതിൽ മോണിറ്റർ ചെയ്യാനായിരിക്കും. അതായത് നമുക്ക് മെഷർ ചെയ്തിട്ട് ആ മെഷർ ചെയ്യുന്ന എക്യുപ്മെന്റ് ആയിരിക്കില്ല നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് ഇത് ഇത്രയാണ് കാണിക്കുന്നുണ്ടാവുക. അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യേണ്ടി വരാം. ഇപ്പം നമുക്ക് ടി വിയിൽ കിട്ടുന്നത്, അതായത് ഇവിടുന്ന് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ടി വിയിൽ നമുക്ക് പിക്ചേഴ്സ് കിട്ടുന്നത്. ഓക്കെ, സോ ആ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടി വി സ്റ്റേഷൻസ് അവിടെ ഒരു സിഗ്നൽ ഉണ്ടാക്കണം, അത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടി വിയിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തണം, അത് കഴിഞ്ഞിട്ട് ആ ഡിസ്പ്ലേയിൽ ഒരു പിക്ചറായിട്ട് നമുക്ക് കാണണം. സോ ഇത്രയും ഇൻസ്ട്രുമെന്റ്സ്, കുറേ ഇൻസ്ട്രുമെന്റ്സ് ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ ആ കംപ്ലീറ്റ് കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, so that is meant by instrumentation system. So instrumentation system, it's a collection of instruments to measure, monitor and control a process. Okay, so ഇത്രയും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. സോ ആ കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ കളക്ഷനെയാണ് ഒരു ഇൻസ്ട്രുമെന്റേഷൻ, ഒരു പ്രോസസ്സിൽ ആ ഒരു പ്രോസസ്സിന്റെ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം കൺസിഡർ ചെയ്താൽ ഇതിലെല്ലാ ഇൻസ്ട്രുമെന്റ്സ്, എല്ലാ പ്രോസസ്സിലും ഇതേ പ്രോസസ്സ് മാത്രമായിരിക്കില്ല, പക്ഷെ മെയിൻ ആയിട്ട് എല്ലാറ്റിലും നടക്കുന്നത് ഈ ബ്ലോക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് ആയിരിക്കും. ഇത് കൂടാതെ ഓരോരോ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ ചെറിയ ഏതെങ്കിലും ഓരോരോ പ്രോസസ്സൊക്കെ എക്സ്ട്രാ വരാം. ഓക്കെ, പക്ഷെ മെയിൻ ആയിട്ട് വരുന്ന ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഏതൊക്കെ പ്രോസസ്സാണ് മെയിൻ ആയിട്ട് വരുന്നതാണ് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് വരച്ചെടുക്കുക. സോ ഇതിൽ എക്സ്ട്രാ ഇവിടെ ഒരു വര വന്നു പോയതാണ്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് പ്രൈമറി സെൻസിങ് എലമെന്റ്. ഓക്കെ, ഇതെല്ലാവരും വരച്ചെടുക്കണേ. ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ബ്ലോക്ക് ഡയഗ്രാം വരച്ചെടുക്കുക. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. സോ ഫസ്റ്റ് ബ്ലോക്കിൽ പ്രൈമറി സെൻസിങ് എലമെന്റ്, പ്രൈമറി വരച്ചെടുത്തോ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോ ബ്ലോക്കിൽ. ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് പ്രൈമറി സെൻസിങ് എലമെന്റ്, പ്രൈമറി സെൻസിങ് എലമെന്റ്. ദെൻ ആ ബ്ലോക്കിലേക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. ഓക്കെ, പ്രൈമറി സെൻസിങ് എലമെന്റ്. സോ ആ ഒരു പ്രൈമറി സെൻസിങ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിലേക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. സോ ഹിയർ യു ക്യാൻ മാർക്ക് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. Then first block primary sensing element. Then primary sensing element to variable conversion element. Primary sensing element to variable conversion element. Variable conversion element. The next block variable manipulation element. Variable manipulation element. Variable manipulation element. Then from this to data transmission element. Data transmission element. Then data transmission element to data storage plus playback. Data transmission element to data storage plus playback. Data transmission to data storage plus playback. And from this to data presentation element. Data presentation element. Okay, so these are the main instruments used in an instrumentation system. Okay, so these are the process. Okay, so ഇത് ഓരോന്നും ഓരോ പ്രോസസ്സ് നടക്കുന്നുണ്ടാവും ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ. ആ ഓരോ പ്രോസസ്സിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ മെയിൻ എലമെന്റ്സ് ആണ് ഓരോ ബ്ലോക്കിലും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഓരോ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടുള്ള എലമെന്റ്സ്. സോ ഇത്രയും മെയിൻ ആയിട്ട് ഇത്രയും പ്രോസസ്സാണ് നടക്കുക. ഇപ്പം ചില ഇൻസ്ട്രുമെന്റ്സിൽ ഇപ്പം ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് ഉണ്ടാവണം എന്നില്ല. എല്ലാ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിലും ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, സോ ചില ബ്ലോക്സ് എക്സ്ട്രാ വരാം, ചില ബ്ലോക്സ് ഉണ്ടാവാതിരിക്കാം. അപ്പം മെയിൻ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രോസസ്സിന് ഏതൊക്കെയാണോ ഇൻസ്ട്രുമെന്റ്സ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവാം. പക്ഷെ മെയിൻ ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റ് എലമെന്റ്സ് ഒക്കെയാണ് ഇത് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് എന്താണ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. സോ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് മീൻസ് ഏത് ക്വാണ്ടിറ്റി ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വോൾട്ടേജ് ആണ് മെഷർ ചെയ്യേണ്ടെങ്കിൽ വോൾട്ടേജ് ആണ് അവിടുത്തെ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. ഓക്കെ, സോ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നത്, നമ്മൾ ബോഡി ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ സോ അവിടെ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇഫ് യു ആർ ടേക്കിംഗ്
ഹാർട്ട് ബീറ്റ്സ്. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് ആണ്. ഓക്കെ, സോ അതാണ് ഈ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനെയാണോ മെഷർ ചെയ്യേണ്ടത്, എന്താണോ നമുക്ക് നോക്കേണ്ടത്, സോ അതാണ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. ഓക്കെ, and the quantity to be measured is given to a primary sensing element. Okay, quantity to be measured is given to a primary sensing element. So primary sensing എന്ന് പറയുന്നത് എന്താണ്? This quantity to be measured makes its first contact with this element. ഓക്കെ, അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ആദ്യം കൊടുക്കുന്നത് ഈ ഒരു എലമെന്റിലേക്കാണ് കൊടുക്കുന്നത് ആദ്യം തന്നെ. സോ അതുകൊണ്ടാണ് അതിനെ പ്രൈമറി സെൻസിങ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് ഗിവൺ ടു, അല്ലെങ്കിൽ ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് മേക്സ് ഇറ്റ്സ് ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദിസ് എലമെന്റ്. ഓക്കെ, സോ ആദ്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഡിറ്റക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഈ പ്രൈമറി സെൻസിങ് എലമെന്റ്. സോ അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രൈമറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഈ ഫസ്റ്റ് എലമെന്റ്. സോ അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രൈമറി സെൻസിങ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു എലമെന്റിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺവേർട്ട് ദി quantity to be measured into an electrical analogous signal. Okay, നമുക്കിപ്പോൾ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ആ ടെമ്പറേച്ചർ ഇവിടെ സെൻസ് ചെയ്തിട്ട്, അതാണ് സെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ആണ് സെൻസ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യും. സോ അതാണ് പ്രൈമറി സെൻസിങ് എലമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഇവിടത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റ് ആ ക്വാണ്ടിറ്റി സെൻസ് ചെയ്തിട്ട് അതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട്, അതായത് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഈ ടെമ്പറേച്ചറിനെ ടെമ്പറേച്ചറായിട്ട് കൊടുക്കാൻ പറ്റില്ല ഇങ്ങോട്ടേക്ക്. ഓക്കെ, സോ പ്രൈമറി സെൻസിങ് എലമെന്റ് ചെയ്യുന്ന എന്താണ്, ഈ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എത്രയാണെന്ന് സെൻസ് ചെയ്യും. എന്നിട്ട് ആഫ്റ്റർ സെൻസിങ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു എൻ അനലോഗസ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, സോ പ്രൈമറി സെൻസിങ് എലമെന്റിൽ വരട്ടെ മിക്കവാറും ഉണ്ടാകുക ഇവിടെ ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ TRANSDUCER. സോ പ്രൈമറി സെൻസിങ് എലമെന്റ് ആയിട്ട് മിക്ക ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിലും വി ആർ യൂസിങ് സം ട്രാൻസ്ഡ്യൂസേഴ്സ്, സം ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിരിക്കും ഈ പ്രൈമറി സെൻസിങ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. പ്രൈമറി സെൻസിങ് എലമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി, ഇറ്റ് വിൽ സെൻസ് ദി ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ആൻഡ് ഇറ്റ് വിൽ കൺവേർട്ട് ദി ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ടു അനലോഗസ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി സെൻസ് ചെയ്തിട്ട് അതിന് അനലോഗസ്, അതിൻ്റെ ഇപ്പോൾ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട്, ഇലക്ട്രിക്കൽ കറണ്ട് ആയിട്ടായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. സോ അതാണ് പ്രൈമറി സെൻസിങ് എലമെന്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ ഈ പ്രൈമറി സെൻസിങ് എലമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺവേർട്ട് എ സിഗ്നൽ ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഓക്കെ, ഒരു സിഗ്നലിനെ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റീനെ ഒരു ഫോമിൽ നിന്ന് വേറെ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ആ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ആണ് മെഷർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പം ആ മൂവ്മെന്റ് കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ആ ഫോഴ്സിനെ കൺവേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫോഴ്സ് ടു അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടു ഇലക്ട്രിക്കൽ സിഗ്നലിന് ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അതിനൊരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് സിഗ്നൽ ഇറ്റ് വിൽ കൺവേർട്ട് എ ക്വാണ്ടിറ്റി ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഓക്കെ, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ മെഷർ ചെയ്യേണ്ടത് വേറെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ മിക്കത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിനെ സെൻസ് ചെയ്തിട്ട് ഇറ്റ് വിൽ കൺവേർട്ട് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ടു ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. സോ അതാണ് പ്രൈമറി സെൻസിങ് എലമെന്റിന്റെ ഫംഗ്ഷൻ. പ്രൈമറി സെൻസിങ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിരിക്കും പ്രൈമറി സെൻസിങ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ബ്ലോക്ക്, അതായത് പ്രൈമറി സെൻസിങ് എലമെന്റ്. സോ പ്രൈമറി സെൻസിങ് എലമെന്റ് മീൻസ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് മേക്സ് ഇറ്റ്സ് ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദിസ് എലമെന്റ്. ഓക്കെ,
അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ആദ്യമായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യുന്നത് ഈ ഒരു എലമെന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആൻഡ് ദി മെഷർമെന്റ് ഈസ് എന്ത് പറയാം, ഫസ്റ്റ് ഡിറ്റക്ടർ എന്ന് പറയാം. അതായത് പ്രൈമറി സെൻസിങ് എലമെന്റിനാണ് ഫസ്റ്റ് ഡിറ്റക്ടർ എന്ന് പറയാം. ആൻഡ് ദിസ് primary sensing element convert the quantity to be measured into an analogous electrical signal. ഒരു analogous electrical signal ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ അനലോഗസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി ഡൺ ബൈ എ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ പ്രൈമറി സെൻസിങ് എലമെന്റ് മീൻസ് ഇറ്റ് വിൽ കൺവേർട്ട് ദ ക്വാണ്ടിറ്റി. പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണേ. പ്രൈമറി സെൻസിങ് എലമെന്റ് വിൽ കൺവേർട്ട് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഇൻ ടു ആൻ അനലോഗസ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഡൺ ബൈ എ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അതാണ് പ്രൈമറി സെൻസിങ് എലമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The quantity to be measured makes its first contact with this element, and this element convert the quantity to be measured into an analogous electrical signal. Okay, ഒരു നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റീനെ അനലോഗസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദിസ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് എ ട്രാൻസ്ഡ്യൂസർ. ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട്, അത് പ്രൈമറി സെൻസിങ് എലമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിരിക്കും. സോ ട്രാൻസ്ഡ്യൂസർ മീൻസ് ഇറ്റ് വിൽ കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. Okay, physical quantity to electrical quantity ആവാം. or transducer, it will transform any signal from one form to another form. Okay, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? പ്രോസസ്സ് ചെയ്യാൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടാണ് ഇവിടെ വേണ്ടത്. പ്രോസസ്സ് ചെയ്യാൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ്. അപ്പോൾ ഇവിടെ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് ഇവിടെ പ്രൈമറി സെൻസിങ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. So ഇത് ക്ലിയർ ആണല്ലോ? പ്രൈമറി സെൻസിങ് എലമെന്റ്, it will make first contact with the quantity to be measured, and it will convert the quantity to be measured into an analogous electrical signal, and it is done by using a transducer. The transducer convert a physical quantity into an electrical quantity. Okay, so ഇത്രയാണ് പ്രൈമറി സെൻസിങ് എലമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അഭിനന്ദ്, ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ നെക്സ്റ്റ് ബ്ലോക്ക് വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. ഓക്കെ, വേരിയബിൾ കൺവേർഷൻ എലമെന്റ്, ഇതിലെ പേരിൽ തന്നെ നോക്കുക എന്താണ്? വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. അത് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ അതാണ് ഇവിടെ അതിന്റെ പേര് തന്നെ വേരിയബിൾ കൺവേർഷൻ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇൻസ്ട്രുമെന്റിന് ഇപ്പൊ ഇവിടെ നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റിക്കഴിഞ്ഞു. ഓക്കെ, സോ ഇനി ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതൊരു പർട്ടിക്കുലർ ഫോമിലേക്ക് ആക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഇവിടുന്ന് സെൻസ് ചെയ്തു. ദെൻ സെൻസ് ചെയ്തിട്ട് വി ആർ പ്രോസസ്സിങ് ദി ഇലക്ട്രിക്കൽ സിഗ്നൽ ത്രൂ എ ഡിജിറ്റൽ സിസ്റ്റം, അതായത് ത്രൂ എ കമ്പ്യൂട്ടർ. ഓക്കെ, സോ കമ്പ്യൂട്ടറിലൂടെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കമ്പ്യൂട്ടറിൽ സാധാ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യില്ല. ഓക്കെ, സോ ആ ഒരു കമ്പ്യൂട്ടറിനെ നമ്മളിപ്പം ബൈനറി ഡിജിറ്റ്, അതായത് കോഡിലേക്ക് ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കൺവേർട്ട് ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് കമ്പ്യൂട്ടർ. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഡയറക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതിന് ഏതെങ്കിലും ഒരു ഫോമിലേക്ക്, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇവിടുത്തെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണോ, സോ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇഫ് യു ആർ യൂസിങ് എ കമ്പ്യൂട്ടർ ഫോർ ദിസ് പ്രോസസ്, വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ, ഇപ്പൊ ഡിജിറ്റൽ ആയിട്ട്, അതായത് ഇപ്പം ബൈനറി കോഡഡ് ഫോമിലാണെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിനെ ആ ഒരു സിഗ്നലിനെ എടുക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ആ കൺവേർഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. സോ ആ പേരിൽ നിന്ന് കിട്ടും വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. ആ വേരിയബിളിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഫോർ ദി ഇൻസ്ട്രുമെന്റ്സ് ടു പെർഫോം ദി ഡിസൈർഡ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് നെസസറി ടു കൺവേർട്ട് ദിസ് ഔട്ട്പുട്ട് സിഗ്നൽ ഫ്രം ദിസ് സെൻസർ. ഓക്കെ, ഈ സെൻസർ എന്നുള്ള ഔട്ട്പുട്ട് സിഗ്നൽ എന്ത് വേണം? ഒരു സ്യൂട്ടബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം.
ഓക്കെ. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് ഒന്നും ലോസ് ആവാൻ പാടില്ല. ഇൻഫർമേഷൻ ഒന്നും ലോസ് ആവാതെ ഈ ഒരു പ്രോസസ്സിന് വേണ്ട ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ആ കൺവേർഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വേരിയബിൾ കൺവേർഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇപ്പം ADC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ്. ഓക്കെ. ADC. ഓക്കെ. സോ ഇവിടെ നമ്മൾ പറഞ്ഞു പ്രൈമറി സെൻസിങ് എലമെന്റ് ആയിട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ വേരിയബിൾ കൺവേർഷൻ എലമെന്റിന് ഒരു എക്സാമ്പിൾ ആണ് ADC. സോ ADC എന്ന് പറയുമ്പോൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. അതായത് ഇപ്പോൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൈമിൽ ആ സിഗ്നലിന്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അതായത് ഇപ്പം നമ്മൾ വാച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അനലോഗും ഉണ്ട് ഡിജിറ്റലും ഉണ്ട് അല്ലേ? സോ അനലോഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ടൈം അറിയാൻ പറ്റും. ഇപ്പം 1 അതായത് അത്രയും സിഗ്നൽ വരക്കുകയാണെങ്കിൽ അതായത് ടൈം വേരി ചെയ്തതിനനുസരിച്ചിട്ട് ഇങ്ങനെയാണ് ഒരു സിഗ്നൽ വേരി ചെയ്യുന്നത്. ഓക്കെ. സോ ഇതാണ് കണ്ടിന്യൂസ് അനലോഗ് എന്ന് പറയുന്നത്. സോ അതേസമയം ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പം ടൈം വേരി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിഗ്നലിൻ്റെ ക്വാണ്ടിറ്റി ഓരോ പർട്ടിക്കുലർ ടൈമിലെ വാല്യൂ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതായത് ടൈം 1 ആകുമ്പോൾ ഉള്ള മാഗ്നിറ്റ്യൂഡ് അറിയാം. അതുപോലെ ടൈം 2 ആകുമ്പം ഇൻ ബിറ്റ്വീൻ 1 and 2 വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് സിഗ്നൽ. ഓക്കെ. സോ ഇതാണ് ഒരു ഡിജിറ്റൽ ഫോം എന്ന് പറയുന്നത്. അതേസമയം ഈ അനലോഗിൽ എന്താണ്? ഓരോ പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് എന്താ വാല്യൂ എന്ന് അറിയാം. സോ ഇങ്ങനെ സിഗ്നൽ ഈ ഒരു ഫോമിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് വേരി ചെയ്യുകയാണെങ്കിൽ അതിന് അനലോഗ് സിഗ്നൽ എന്ന് പറയും. സോ ഇവിടെ എന്താണ്? ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ ഓഫ് ടൈം, ഓരോ പർട്ടിക്കുലർ വാല്യൂയിലുള്ള മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഓക്കെ. സോ ഇപ്പം കമ്പ്യൂട്ടറാണ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിഗ്നലിനെ അനലോഗ് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ബൈനറി ഫോം. സോ ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ അനലോഗ് ക്വാണ്ടിറ്റിനെ എന്താക്കണം? ഈ ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. സോ ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് വേരിയബിൾ കൺവേർഷൻ എലമെന്റ് എന്ന് പറയുന്ന ഈ സെക്കൻഡ് ബ്ലോക്കിൽ നടക്കുന്നത്. ഓക്കെ. സോ ഇതൊരു എക്സാമ്പിൾ ആണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഓക്കെ. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി അനലോഗസ് ക്വാണ്ടിറ്റി ആണെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ദിസ് അനലോഗസ് ക്വാണ്ടിറ്റി ടു ഡിജിറ്റൽ ക്വാണ്ടിറ്റി ഫോർ പ്രോസസ്സിംഗ്. ഓക്കെ. സോ വേരിയബിൾ കൺവേർഷൻ എലമെന്റ് വിൽ ഡു ദിസ് പ്രോസസ്. ഓക്കെ. ഈ ഒരു കൺവേർഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വേരിയബിൾ കൺവേർഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ ആണ് ADC എന്ന് പറയുന്നത്, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഓക്കെ. സോ അതാണ് വേരിയബിൾ കൺവേർഷൻ എലമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So it will convert the output signal from the sensor to some other suitable form. Okay. So അതാണ് വേരിയബിൾ കൺവേർഷൻ എലമെന്റിന്റെ ഫംഗ്ഷൻ. It will convert the output signal from the sensor to some other suitable form. Okay. Variable conversion element convert the output signal from the sensor to some other suitable form for processing the signal. Okay. So അതാണ് വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. സോ അതെന്താണെന്ന് എഴുതി വെക്കുക. ഫോർ ദി ഇൻസ്ട്രുമെന്റ് ടു പെർഫോം ദി ഡിസൈർഡ് ഫംഗ്ഷൻ ഇറ്റ് മേ ബി നെസസറി ടു കൺവേർട്ട് ദി output signal from the sensor to some other suitable form. Okay. So this is done by using a variable conversion element. സോ എക്സാമ്പിൾ ആണ് ADC. അല്ലെങ്കിൽ തിരിച്ചിപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡിജിറ്റൽ സിഗ്നൽ ആണെങ്കിൽ, ഒരു പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്നത് ഡിജിറ്റൽ സിഗ്നൽ ആണെങ്കിൽ ഈ ഒരു പ്രോസസ്സിലേക്ക് പിന്നെ അതിനെ അനലോഗ് ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഓക്കെ. ഇപ്പോൾ DAC എന്ന് പറയും. ഇപ്പോൾ DAC എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് DAC യൂസ് ചെയ്യുന്നത്. സോ അതാണ് ഈ വേരിയബിൾ കൺവേർഷൻ എലമെന്റിന്റെ ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് നോക്കാം. അടുത്ത ബ്ലോക്ക് എന്താണ് വരുന്നത്? വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ്. ഓക്കെ. സോ വേരിയബിൾ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. ഓക്കെ. സോ അതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂ, ഇത് ഇവിടുന്ന് വേരിയബിൾ കൺവേർഷൻ എലമെന്റിൽ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റീൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ചേഞ്ച് ചെയ്യാം. സോ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ അതായത് ഇപ്പം ആംപ്ലിഫയർ. സോ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റിന് ഒരു എക്സാമ്പിൾ ആണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് പ്രോസസ്സ് ചെയ്യാൻ മാത്രം അത്രയും സ്ട്രെങ്ത് ഇല്ലെങ്കിൽ, so we have to increase the amplitude of the signal. Okay. So ഇവിടെ വേരിയബിൾ കൺവേർഷൻ എലമെന്റിന്റെ ഔട്ട്പുട്ട് എന്ന് ഇവിടുന്ന് കിട്ടുന്ന സിഗ്നല്
അത്രയും ഒരു സ്ട്രെങ്ത് ഇല്ല, ബാക്കി പ്രോസസ്സിലേക്ക് കൊടുക്കുമ്പോൾ പ്രോസസ്സ് ചെയ്യാൻ മാത്രം സ്ട്രെങ്ത് ഇല്ലെങ്കിൽ എന്ത് വേണം, വി ഹാവ് ടു ആംപ്ലിഫൈ ദാറ്റ് സിഗ്നൽ. ഓക്കെ, അതായത് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് യൂസ് ചെയ്യാം, ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. സോ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ചേഞ്ച് ദി ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, സോ ഇറ്റ് വിൽ ചേഞ്ച് ദി ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദി സിഗ്നൽ. സോ ഇവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നലിന്റെ ന്യൂമറിക്കൽ വാല്യൂ ചേഞ്ച് ചെയ്യാനാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആണ് ആംപ്ലിഫയർ. വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് ഇറ്റ് വിൽ ചേഞ്ച് ദി ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് ദി സിഗ്നൽ ഫ്രം ദി വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. ഓക്കെ, അതായത് വേരിയബിൾ കൺവേർഷൻ എലമെന്റിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിന്റെ ന്യൂമറിക്കൽ വാല്യൂ ചേഞ്ച് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഓഫ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് ഈസ് ആംപ്ലിഫയർ. ഓക്കെ, സോ ആംപ്ലിഫയർ ആണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ പല രീതിയിൽ ഉള്ള വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ്സ് യൂസ് ചെയ്യാം, അതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ആംപ്ലിഫയർ. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ബ്ലോക്ക് എന്താണെന്ന് നോക്കുക, ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. ഓക്കെ, സോ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് എന്താണ്, അതിന്റെ പേര് തന്നെ കിട്ടും. ട്രാൻസ്മിഷൻ മീൻസ് എന്താണ്, സെൻഡ് ചെയ്യാണ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് എന്ന് പറയുന്നത്. അത് സെൻഡിങ് ഡാറ്റ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡാറ്റനെ വേറൊരു പോയിന്റിലേക്ക് സെൻഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. ഓക്കെ, അതായത് ഇപ്പൊ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റും വേറൊരു അതായത് ഇപ്പൊ നമുക്ക് എയറോപ്ലെയിൻ ആണെന്ന് വിചാരിക്കാം. സോ എയറോപ്ലെയിനിന് എർത്ത് സ്റ്റേഷനിലേക്ക് വി ഹാവ് ടു സെൻഡ് സം സിഗ്നൽ ഫ്രം എയറോപ്ലെയിൻ ടു എർത്ത് സ്റ്റേഷൻ. ഓക്കെ, പ്ലെയിനിൽ നിന്ന് നമുക്ക് എർത്ത് സ്റ്റേഷൻസ് ഉണ്ടാകും, അപ്പോൾ സ്റ്റേഷൻസിലേക്ക് സിഗ്നൽ അയക്കണം. അപ്പോൾ അതൊരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്കുള്ളത് എവിടെയാണ്, എയറോപ്ലെയിൻ എന്ന് പറയുന്നത് വേറെ എവിടെയോ സ്ഥലത്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉള്ളത് ഒരു സ്ഥലത്താണ്. ദെൻ എർത്തിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്, എർത്ത് സ്റ്റേഷൻ എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്താണ്. ഓക്കെ, സോ വി ഹാവ് ടു സെൻഡ് ഡാറ്റ ഫ്രം ദിസ് എയറോപ്ലെയിൻ ടു എർത്ത് സ്റ്റേഷൻ. ഓക്കെ, അപ്പം എയറോപ്ലെയിനിൽ എർത്ത് സ്റ്റേഷനിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം. സോ ആ ഡാറ്റ സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, ആ എലമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് എല്ലാ എക്യുപ്മെന്റ്സിലും ഉണ്ടാവണമെന്നില്ല. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാൻ, അതിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് മെഷർ ചെയ്യുമ്പം അതിൻ്റെ കേസിൽ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് ഉണ്ടാവില്ല. അതായത് നമ്മൾ ഹാർട്ട് ബീറ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ആ കൺവേർട്ട് ചെയ്തതിന് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് they are printing in some paper. Okay, so അതാണ് അവിടെ നടക്കുന്നത്. സോ അവിടെ there is no need of this data transmission element. Okay, so in some cases if the physical quantity is separated, okay, so if the physical instruments may be placed in different places. Okay, സോ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഡിഫറെൻറ്റ് പ്ലേസിലാണെങ്കിൽ, അതായത് എക്സാമ്പിൾ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് എയറോപ്ലെയിൻ ടു എർത്ത് സ്റ്റേഷൻ ആണ്. അതായത് എയറോപ്ലെയിനിൽ ഇപ്പം കൺട്രോൾ സിഗ്നൽസ്, വല്ല സിഗ്നൽസും എർത്ത് സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, സോ ആ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് ഉണ്ട്. ഓക്കെ, സോ അതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് ഇൻസ്ട്രുമെന്റ്സ് മേ ബി ഫിസിക്കലി സെപ്പറേറ്റഡ്. ഓക്കെ, അടുത്തടുത്തായിരിക്കില്ല, കുറെ ദൂരത്തിലായിരിക്കാം. ഇൻസ്ട്രുമെന്റ്സ് മേ ബി ഫിസിക്കലി സെപ്പറേറ്റഡ്. സോ വി ഹാവ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് ഈസ് റിക്വയർഡ്. സോ നമ്മളിപ്പം ടി വി ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുമ്പോൾ ഇങ്ങനെ തന്നെ എവിടുന്നോ ഒരു ദൂര സ്ഥലത്തു നിന്നാണ് നമുക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ഓൾസോ വി നീഡ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. ഓക്കെ, സോ അതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, data transmission element, the instruments are physically separated, we have to send signals from one point to another point through this data transmission element. Okay, so best example എന്ന് പറയുന്നത് sending data from aeroplane to earth station or satellite signals ഒക്കെ അയക്കാനാണ് ഈ ഡാറ്റ ട്രാൻസ്മിഷൻ സിഗ്നൽസ് എലമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് ബ്ലോക്കിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് വരുന്നത്
data storage. Okay, data storage and data presentation. So data storage എന്ന് പറയുന്നത് എന്തായിരിക്കും, ചില കേസിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആ ഡാറ്റ എന്താണോ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പറയുന്നത് ഡാറ്റ സ്റ്റോറേജ്, യൂസ് ടു സ്റ്റോർ ഡാറ്റ. ഓക്കെ, സോ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിപ്പം എറോപ്ലെയിൻ ടു എർത്ത് സ്റ്റേഷൻ സെൻഡ് ചെയ്യുന്ന ആ ഡാറ്റ, if we want to preserve that data we can store in some disk or something. Okay, so data storage എന്ന് പറയുന്നത് data storage element used to store data, അതായത് ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് ഡാറ്റ സ്റ്റോറേജ് എലമെന്റ്സ്. ഓക്കെ, then data storage elements to data presentation element. സോ ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റ് എന്തായിരിക്കും, നമ്മുടെ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്തു അത് പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് ഔട്ട്പുട്ടിൽ നമുക്ക് ആ ക്വാണ്ടിറ്റി എത്രയാണ് മെഷർ ചെയ്ത ക്വാണ്ടിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ റിസൾട്ട്. ഇറ്റ് വിൽ ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റ് വിൽ ഇൻഡിക്കേറ്റ് ദി റിസൾട്ട് ഓഫ് ദി മെഷർമെന്റ്. ഓക്കെ, സോ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ മെഷർ ചെയ്ത ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്ക് കാണിച്ചു തരണം. സോ അതിനാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. So data presentation element, it will indicate the results of the measurement. Okay, ആ മെഷർമെന്റിന്റെ റിസൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റ്. സോ LCD LED സ്ക്രീൻസ് ഒക്കെയാണ് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റ് ആയിട്ട്. ഇപ്പം TV സ്ക്രീൻ എന്ന് പറയുന്നത് അതൊരു ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റ് ആണ്. ഓക്കെ, സോ അതുപോലെ നമ്മുടെ ECG അല്ലെങ്കിൽ എക്സ്റേ അതെല്ലാം കാണുന്ന ഒരു സ്ക്രീൻ ഉണ്ടാവും. ഓക്കെ, സോ അതിനാണ് എന്ത് പറയുന്നത്, ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ആവാം, അതായത് മെക്കാനിക്കലി നമ്മളൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്ത്, ഇപ്പം അമ്മീറ്റർ വോൾട്ടേജ് കറണ്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിസ്പ്ലേയിൽ കാണിക്കും. ഓക്കെ, സോ ആ രീതിയിൽ ഒരു ഡിസ്പ്ലേ ആവാം. സോ അതൊക്കെയാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റിൽ വരുന്നത്. സോ ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റ് ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദി റിസൾട്ട്സ് ഓഫ് ദി മെഷർമെന്റ്. Okay, so data presentation elements are used to indicate the results of the measurement. Okay, so ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ബ്ലോക്സ്. ഓക്കെ, primary sensing element, then variable conversion element, then variable manipulation. Manipulation means numerical value change here. Then data transmission, if the instruments are physically separated, data transmit ചെയ്യും. Then data presentation എന്ന് പറയുന്നത് it will indicate the results of measurement. Okay, so output എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. സോ അതിനാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ LCD, LED, 7 സെഗ്മെന്റ് ഡിസ്പ്ലേസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെന്റിന് എക്സാമ്പിൾ. ചില കേസിൽ ഇതിലിപ്പം ബ്ലോക്കിൽ ഞാൻ കാണിച്ചിട്ടില്ല, ചില കേസിൽ യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് സിഗ്നൽ കണ്ടീഷനിങ് എലമെന്റ്. ഓക്കെ, സംടൈംസ് വി വാണ്ട് ടു റിമൂവ് അൺവാണ്ടഡ് സിഗ്നൽ, സ്പെല്ലിംഗ് തെറ്റാണ്, അൺവാണ്ടഡ് സിഗ്നൽസ് ആട്ടോ. സംടൈംസ് ഇഫ് വി വാണ്ട് ടു റിമൂവ് അൺവാണ്ടഡ് സിഗ്നൽ, പ്രോസസ് ചെയ്യുമ്പം അതിലുള്ള അൺവാണ്ടഡ് സിഗ്നൽസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അൺവാണ്ടഡ് സിഗ്നൽസിനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് സിഗ്നൽ കണ്ടീഷനിങ് എലമെന്റ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.